ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കുവൈറ്റ് അബ്ബാസിയ SMCA കൂട്ടായ്മയ്ക്ക് എല്ലാ പ്രാർത്ഥനകളും ആശംസകളും സ്നേഹപൂർവ്വം നേരുന്നു. ഒക്ടോബർ മാസം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിങ്ങൾ നടത്തുന്ന ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ ഞാനും ആത്മന പങ്കുചേരുന്നു. കാനഡയിലാണ്, ധ്യാനങ്ങൾക്കായിട്ട് വന്നതാണ്. ഈ ശുശ്രൂഷകളെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിലൊക്കെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെറു ചിന്തയാണ് ഇന്ന് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്. നമ്മളൊക്കെ ചെറുപ്പകാലം തൊട്ടേ പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയാണ്, ഇന്നും പ്രാർത്ഥിക്കുന്ന ചെറു പ്രാർത്ഥനയാണ്. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഇത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ആരെയാ ഓർക്കേണ്ടത്? നിശ്ചയമായും പരിശുദ്ധ അമ്മയെ ഓർക്കുന്നുണ്ട്. അതുകൂടാതെ ഓർക്കേണ്ടത് പരിശുദ്ധാത്മാവിനെയാണ്. പരിശുദ്ധാത്മാവിനെ, ഹോളി സ്പിരിറ്റ്, റൂഹാദ കുദിശായെയാണ് ഓർക്കുന്നത്. അപ്പൊ റൂഹാദ കുദിശായെ ഓർത്ത് റൂഹാദ കുദിശായാൽ ഞങ്ങൾ നിറയാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നതിന്റെ സാങ്കത്യം എന്താണ്? ഈശോയുടെ ഏറ്റവും വലിയ വാഗ്ദാനം പരിശുദ്ധാത്മാവാണ്. ഞാൻ പോയി കഴിയുമ്പോൾ നിങ്ങൾക്കായി ഒരു സഹായകനെ ഞാൻ അയക്കും. അതാ പ്രാർത്ഥിക്കുന്നത്. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ. അത് പരിശുദ്ധ അമ്മയോട് ചോദിക്കുന്നതിന്റെ കാരണം അവൾ മുമ്പേ തന്നെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവളാണ്. അതാണ് അവളുടെ യോഗ്യത. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. മുൻപേ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവൾ. ഒന്നാമത്തെ കാര്യം. 2, അവളാണ് ശിഷ്യഗണത്തെ പെന്തക്കുസ്തായിക്ക് ഒരുക്കിയത്. ചേർത്ത് പിടിച്ചിരുത്തി, ഭയന്നു പോയവരെ, പേടിച്ചരണ്ടു പോയവരെ ചേർത്ത് പിടിച്ചിരുത്തി പ്രാർത്ഥിപ്പിച്ച് പരിശുദ്ധാത്മ സ്വീകരണത്തിന് ഒരുക്കിയത് പരിശുദ്ധ അമ്മയാണ്. ഇന്ന് നമ്മളും ഏറെ ഭയങ്ങളുടെ നടുക്ക് ജീവിക്കുമ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് പരിശുദ്ധാത്മാവിൽ നിറയപ്പെടാൻ ഒരു പുത്തൻ പെന്തക്കുസ്ത നമ്മുടെ കാലത്ത് നടക്കാൻ പ്രാർത്ഥിക്കണം. ആ വിചാരത്തോടെ, തിരിച്ചറിവോടെ, മനസ്സറിഞ്ഞ് ഇനി പ്രാർത്ഥിച്ച് ശീലിക്കണം. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന്. എല്ലാ ആശംസകളും പ്രാർത്ഥനകളും കർത്താവ് കൂടെ ഉണ്ടാകട്ടെ. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം തുണയാകട്ടെ. ആമേൻ.